എൻ എസിന് എങ്ങനെയാണ് ആർ സിയുടെ മഡ് ഗാർഡ് വെക്കണമെന്നാണ് ഞാൻ കാണിക്കുന്നത്. ഫസ്റ്റ് ആർ സിയുടെ ഈ ഒരു മഡ് ഗാർഡ് ഇങ്ങനെ ഈ ഒരു ടൈപ്പിലായിരിക്കും ഇത് സംഭവം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഇപ്പുറത്ത് ഈ ഒരു ലെഗ് മാത്രം കട്ട് ചെയ്യണം. എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഈ കാലിപ്പർ വരുന്ന ഭാഗത്ത് അല്ലെങ്കിൽ ഇത് ടച്ച് ചെയ്ത് നിൽക്കും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇതെടുത്തിങ്ങനെ ഇതിലോട്ട് സാധാ മഡ് ഗാർഡ് വെക്കണ തൊട്ട് തന്നെ വെക്കാം. കണ്ട ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ കയറ്റി വെക്കാം. നമ്മുടെ സ്റ്റോക്ക് ഇത് വന്നതിൻ്റെ അവിടെ തന്നെ നമുക്ക് ഈ നെട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും, അപ്പുറവും ഇപ്പുറവും. അത് ഇതാക്കി കഴിയുമ്പോൾ ഞാൻ ഈ നെട്ടും കൂടി ഇട്ടിട്ട് ബാക്കി കാണിച്ചു തരാം. പിന്നെ ഇതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ 2 ക്ലാമ്പ്, പിന്നെ ഈ 3 നെട്ടും ബോൾട്ടും ഇത് എൻ എസിൻ്റെ സ്റ്റോക്കിൽ തന്നെ വന്നതാണ്. ഇത് ജസ്റ്റ് ഞാൻ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചെടുത്തെന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ഈ അപ്പുറവും ഇപ്പുറം ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു 2 സ്ക്രൂ, അത്രയാണ് നമുക്കിതിന് ആവശ്യമുള്ളൂ. ബാക്കി സ്റ്റോക്ക് മഡ് ഗാർഡ് കട്ട് ചെയ്യുന്നത് വേണ്ട, നമുക്ക് ഈ ഫുൾ സൈസ് തന്നെ ഇതിലോട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നുള്ളൂ. ഈ സംഭവം കൊണ്ട ഇതേപോലത്തെ ഒരു സ്ക്രൂ ആണ് നമുക്കിത് ആവശ്യം. അപ്പോൾ വാഷർ എന്തായാലും ഇതിന് ഇട്ട് കൊടുക്കണം. വാഷർ ഇട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇത് ഡാമേജ് വരാനും നമ്മൾ ഒരുപാട് ടൈറ്റ് ചെയ്യണ സമയത്ത് ഇതിൻ്റെ പിരി പോകാനും സാധ്യതയുണ്ട്. പിന്നെ വണ്ടിയുടെ റൈറ്റ് സൈഡിൽ നമ്മൾ ഇത് ഇടുമ്പോൾ ഒരു വിഷയം എന്ന് വെച്ചാൽ ഇത് കണ്ട ഈ ഡിസ്കിൻ്റെ ഇത് ഒരുപാട് ഇങ്ങനെ ടച്ച് ചെയ്യേണ്ട ഒരു സെറ്റപ്പിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു സ്പേസർ ചെറുത് ഒരെണ്ണം കിട്ടിയാൽ മതി. ആ സ്പേസർ ഇതിൻ്റെ അകംഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ പുറമേ കൂടി നെട്ടിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടും. ഇത്രയും കിട്ടിയാൽ മതി, ഓക്കെയാണ്. പിന്നെ ഈ ലെഫ്റ്റ് സൈഡിലെ ലെഗ് ഉണ്ട്, ഇവിടെ 3 ക്ലാമ്പ് ഇങ്ങനെ അടിച്ചിട്ട് നേരത്തെ കാണിച്ച 2 ക്ലാമ്പ് യോജിപ്പിക്കുക. ഇതൊന്ന് ലെഗിലും ഒന്ന് ഇവിടെയും കൊടുക്കുക, അങ്ങനെ സെറ്റ് ചെയ്താൽ മതി. റൈറ്റ് സൈഡ് ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഫ്രീ ആയിട്ട് വിട്ടാൽ മതി. അപ്പുറം ഈ 3 വശവും ടൈറ്റ് ചെയ്യണതുകൊണ്ട് ഇവിടെ വലിയ വിഷയം വരില്ല. പിന്നെ ഒരുപാട് വൈബ്രേഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ സൈഡിലായിട്ട് ജസ്റ്റ് മറ്റേ 3M ഡബിൾ സൈഡ് ടേപ്പ് ഒന്ന് ജസ്റ്റ് കൊടുത്താൽ വൈബ്രേഷനും വരാണ്ടിരുന്നുള്ളൂ. ഇതുണ്ട്, അത് ഫുള്ള് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ലുക്ക് ഇതുപോലെ ഇരിക്കും.